അകത്തോട്ട് കെട്ടണ്ട, പുറത്ത് നിർത്തിയാ മതി. ആരടാ എന്റെ അളിയന്റെ ദേഹത്ത് കൈവച്ചത്? ആരടാ എന്റെ അളിയനെ തള്ളിയത്? നിങ്ങളെന്താ അവിടെ തന്നെ നിന്ന് കളഞ്ഞത്? എന്റെ അളിയനെ തൊട്ടവന് ഏത് കൊല കൊമ്പനായാലും എനിക്ക് പുല്ലാടി പുല്ല്. ഈ ഇടിവെട്ട് സൂര്യന് അവർക്കറിയില്ല, മനസ്സിലായാടി? എന്നെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ ഈ വീട്ടിൽ ആരും ഇല്ലെന്ന്. എന്ത് പറ്റിയാളിയാ? എന്ത് പറ്റിയെന്നു? ലിസ്റ്റ് എടുക്കാൻ. അളിയനെ തല്ലിയവന്മാരുടെ പേരും മേൽവിലാസവും പെട്ടെന്ന് എടുക്കാൻ. എന്തിന്? ഇനി ആ വഴിക്ക് പോകാതിരിക്കാൻ. ഒരിക്കൽ തല്ലിയവന്മാരുടെ മുന്നിൽ വീണ്ടും ചെന്ന് തലവെക്കുന്ന ബുദ്ധിയല്ലളിയാ. അനുഭവം എന്നെ പഠിപ്പിച്ചതാണ്. എന്റെ സുഗുണ, അമ്മാവനോ? അവനെ ആരും തല്ലിയിട്ടില്ല, അവനാ തല്ലിയത്. 3-4 പേര് കയ്യും കാലും ഒടിഞ്ഞ് ആശുപത്രിയില്ല. 5 പേരോ? എന്റെ പൊന്നോ, ഇതെങ്ങനെ സാധിക്കുന്നു അളിയാ? ആണുങ്ങളെ കണ്ട് പഠിക്കച്ചാ. എടി, ഒരു 3 ഏത്തപ്പഴെടുത്ത് അവന്റെ ഉണ്ണാക്കി തിരികെ കയറ്റിക്കൂടെ? ഇവന് നീ കുറച്ചു നാള് നിന്റെ ഒപ്പം നിർത്തണം. ഈ നാട്ടിൽ നിന്നാ ഇവൻ വഴിതെറ്റും. ഒരുപാട് ഇടപെടികളുള്ള നാട്ടിൽ ആർക്കായാലും വഴിതെറ്റു വെച്ച എല്ലേളയാ. രുക്മിണി, ഇവനിപ്പോഴും നിന്റെ കൂടെ വരാൻ സമ്മതിച്ചിട്ടില്ല. ആണോടാ? അവൻ വന്നോളൂ വെച്ചാ. പിന്നെ ഏട്ടന് എറണാകുളത്തേക്ക് ട്രാൻസ്ഫറാ. ആഹാ, അതെ അതെ, 32 മാസത്തെ എന്റെ സർവീസിനുള്ളിൽ ഇതെന്റെ 30ാമത്തെ ട്രാൻസ്ഫറാ. കള്ളന്മാരും റൌഡികളും ഇപ്പോഴും എന്നെ ഭയപ്പെടുന്നു എന്നതിന് തെളിവാണ് ഈ ട്രാൻസ്ഫർ. അളിയൻ മദ്യപിക്കുവോ? ഇല്ല. ഇല്ലേ? എന്നാലും അളിയനെ ഞാൻ കൊണ്ടുപോകും. ഒരു നല്ല മനുഷ്യനായിട്ട് വാർത്തെടുക്കാൻ ഉപദേശിക്കാൻ പറ്റിയ നഗരമാളയാ എറണാകുളം. അളിയനെ ഞാൻ ഉപദേശിച്ച് ഒരു വഴിക്കാക്കി തരാം. പക്ഷെ ഒന്ന്, ഞാൻ വളരെ വളരെ സ്ട്രിക്റ്റ് ആണ്. അച്ഛൻ 3-4 മാസം കഴിയുമ്പോ അങ്ങ് എറണാകുളത്തോട്ടൊന്ന് വരണം. അവിടെ വെച്ച് എന്റെ മകനെ പോലെ സൽഗുണ സമ്പന്നനായ ഒരു മകനെ അച്ഛന് ഞാൻ തിരിച്ചു തരും. അല്ല മോനെ? എന്താണ് മക്കളെ, അച്ഛനോട് ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കുന്നത്? ഇങ്ങനെയൊന്നും അല്ലായിരുന്നു അച്ഛാ. ആദ്യമേ എന്നെ പച്ചയ്ക്ക് മുഖത്തൊക്കെ തള്ളക്കി വിളിച്ചോണ്ടിരുന്നതാ. ഇപ്പൊ ഇത്രയെങ്കിലും ശരിയായില്ലേ? അപ്പൊ അളയാ, പെട്ടിയെടുത്ത് വണ്ടി വെക്ക. നാളെ മുതൽ നമ്മളൊരു പുതിയ ജീവിതം തുടങ്ങുന്നു അങ്ങ് എറണാകുളത്ത്. അവിടുത്തെ താമസക്കാരന് എത്തൂ രാമു? ആ, ഉടനെ എത്തും. മനോഹരൻ ചേട്ടൻ എന്ത് ചേച്ചി? അയാൾ കഥ എഴുതുകയാണ്. അതെ, കുറച്ച് ദിവസമായില്ലേ ചെലുത്താനും മാലാഖി കേട്ടിങ്ങനെ ഇരിക്കണേ. മനസ്സിൽ കഥയുടെ വിത്ത് പാകിയിട്ട് കുറെ ദിവസമായി, പക്ഷെ അങ്ങോട്ട് മുളക്കുന്നില്ല. മനസ്സിലും പേപ്പറിലും മാത്രം മുളപ്പിച്ചോണ്ടിരുന്നാ മതി. തളിരായി പൂവായി കായായി വളരാതിരിക്കില്ല എന്റെ മാലാഖ. മോനെ സൂക്ഷിക്കണേ, ഇവിടെയൊക്കെ പട്ടിയുടെ ശല്യം ഉള്ളതാ. വിശക്കുമ്പോ നീ അതിനൊക്കെ കടിച്ച് തിന്നരുത്. പട്ടണത്തിൽ നിന്ന് സ്ഥലം മാറി വരുന്ന രസയും സുന്ദരിയായൊരു ഭാര്യയും ഒരു കൊച്ചു കുഞ്ഞും, ബലിഷ്ടമായ 2 കാലുകളും, അലക്ഷ്യമായ മുഖഭാവത്തോടെ, അലസമായ അംഗവിക്ഷേപത്തോടെ, അലോകദൃഢഗാത്രനായ മധുര മനോഹര മനോജ്ഞനായ ചെറുപ്പക്കാരൻ. അദ്ദേഹമാണ് നേരത്തെ കണ്ട ബലിഷ്ടമായ കാലുകളുടെ പ്രൊപ്പറേറ്റർ. ഉണ്ണീശയുടെ മുഖമുള്ള എന്റെ ചെകുത്താൻ. ആരാണ്? പിള്ളേരുടെ അടുത്താണ് ഇത് കൊണ്ടുവച്ചിരിക്കുന്നത്. ആരാ? ഞാൻ മനോഹരൻ മംഗളോദയം, നിങ്ങളുടെ അയൽവാസിയാണ്. സർവോപരി കേരളത്തിലെ സ്ത്രീജനങ്ങൾ നെഞ്ചിലേറ്റിൽ ആലിക്കുന്നൊരു നോവലിസ്റ്റ് കൂടിയാണ്. ഈ മനസ്സിലൊരു കുളിർമഴ. അതെ, എന്റെ തൂലികയിൽ നിന്ന് നടന്നു വീണ മറ്റൊരു മുത്തുമണിയാണ്. സുഗുണേട്ടാ! നോ, മനോഹരേട്ടൻ. സുഗുണേട്ടാ! ഹലോ. അയ്യോ, എന്നെ പിടിച്ചു വെട്ടരുത്, ഞാൻ പാവോട്. നീ പിടിപിടി ഓടട്ടെ. അയാൾ നമ്മുടെ അയൽവാസിയാ, എഴുത്തുകാരൻ മനോഹരൻ മംഗളോദയം. ഇത് നേരത്തെ പറയണ്ടേടി, ഞാൻ കരുതി കള്ളനായിരിക്കും. അതല്ലേ പോലീസിനെ വിളിക്കാൻ ഓടിയത്. ഏട്ടനല്ലേ പോലീസ്? അത് ഈ കള്ളന്മാരെ കാണുമ്പോ ഞാനങ്ങ് മറക്കും. ഒന്നും. ഹലോ ഹലോ, ഞാൻ സബ് ഇൻസ്പെക്ടർ സുഗുണൻ, ഇടിവെട്ട് സുഗുണൻ. ധീരന്മാരായ എല്ലാ പോലീസ് ഓഫീസേഴ്സിനും ഒരു ഇരട്ട പേര് കാണുമല്ലോ. അതാരും സ്വയം പറയാറില്ല. അതിരിക്കട്ടെ, എന്നെ കണ്ടപ്പോ എന്തിനാ ഓടിയത്? അതോ, ഞാനും ഭാര്യയും കൂടെ കള്ളനും പോലീസും കളിക്കായിരുന്നു. ജസ്റ്റ് ഫോർ എ ഹൊറർ. അല്ല, എന്താ വാക്ക്? അതേ മുറ്റത്ത് കിടന്ന് കിട്ടിയതാ. വെട്ടില്ല.
ഹാജരാക്കൂ. ഞങ്ങൾ പോലീസുകാരൊക്കെ ഇങ്ങനെയാ, ഒരു കാര്യമില്ല. വന്നോളൂ. പാടിയേ. വാമുടിയാ, എന്നെ പേടിക്കണ്ട. ആ കൂടെ ഒരു ആളുണ്ടായിരുന്നല്ലോ, വൺ മിസ്റ്റർ ചെറുപ്പക്കാരൻ. ഓ, സൂര്യ. എന്റെ അളിയൻ കുളിക്കാൻ പറഞ്ഞു വിട്ടിരിക്കുക. സൂര്യ എന്റെ ചെകുത്താന്റെ പേര്. എന്നെ രക്ഷിക്കോടി. നീയും നിന്റെ ഒരു വടിയും. സ്വന്തം മകനാ, പറ്റിപ്പോയി. ഇതെന്റെ ഭാര്യ രമണി. ആണോ? എഴുതോ? പഠിച്ചോണ്ടിരിക്കുമ്പോ ഒരുപാട് എഴുതിയിട്ടുണ്ട്. പ്രേമലേഖനം എഴുതുന്ന കാര്യമല്ല ചോദിച്ചത്, നോവൽ എഴുതുന്നു. അയ്യേ, ഈ നോവൽ എഴുതാനൊന്നും എന്നെ കിട്ടില്ല. സാറിന്റെ മനസ്സിലൊരു കുളിർമഴ ഒരുപാട് രാത്രിയിൽ എന്റെ ഉറക്കം കെടുത്തിയിട്ടുണ്ട്. Mrs. Sooner, so many ladies like this. അതിനെന്താ? സൂര്യ, ഇവിടെ വരൂ. ഭാഗ്യം വരുന്നു. ഇവര് നമ്മുടെ ദരിദ്രവാസികളാ, അല്ല അയൽവാസികളാ. കേട്ട് കേട്ട്. ഞാനൊന്ന് ഡ്രസ് മാറിയിട്ട് വരാം. പോക്കോ. എന്നെ ഭയങ്കര പേടി. അയ്യോ, സിനിമാ നടനെ പോലെ ഉണ്ട്. ഒരുങ്ങി ഇറങ്ങി എന്നെ കണ്ടാൽ അവനഴിയിലെ മമ്മൂട്ടിയെന്നെ ആരും പറയൂ. പിന്നെ ഈ രൂപത്തിലൊന്നും ഒരു കാര്യമില്ല. അവനുണ്ടല്ലോ ആ സൂര്യ, ഒരു ഗജ പോക്കരിയ. പാവ അവന്റെ അച്ഛൻ നന്നാക്കാൻ വേണ്ടി എന്റെ അടുത്ത് കൊണ്ടുവന്നതാ. ആരോടും പറയണ്ട, നോക്കി ഗർഭമുണ്ടാക്കുന്ന ജാതിയാ. സത്യം പറയണ്ടായിരുന്നു. ഒരു ഗജപുക്രിയെ മെരുക്കാൻ അളിയന്റെ അടുത്ത് ഏൽപ്പിക്കുന്നു. അളിയനാണെങ്കിൽ പോലീസ്. മനോഹരമായ തീം. അല്ല, എങ്ങനെ മെരുക്കാനാണ് ഉദ്ദേശിക്കുന്നത്? അതാ സൈഡിലെങ്ങാനും കടന്ന് മെരിയിക്കോളും. പാടില്ല, അയാളെ എനിക്ക് വിട്ടുതരൂ. എന്തിന്? ഏത് ഗജപുക്രിയുടെ മനസ്സ് മാറ്റാനുള്ള ഫോർമുല എന്റെ കയ്യിലുണ്ട്. എന്ത് ഫോർമുല? പ്രണയം. അവന്റെ മനസ്സിൽ പ്രണയത്തിന്റെ വിത്തുപാക്കിയാൽ മതി. എന്റെ വഴിപിഴച്ച പ്രണയം വായിച്ചിട്ടുണ്ടോ? ഞാൻ ഈ കൂറകളൊന്നും വായിക്കാറില്ല. ഒന്ന് വായിച്ചു നോക്കണം. എന്തോന്നു? പക്ഷെ പ്രേമിക്കാൻ ഒരു പെണ്ണിനെ കിട്ടണ്ടേ? ഞാനൊന്ന് ട്രൈ ചെയ്ത. ഞാൻ ഒന്നും പറഞ്ഞില്ല. ഇന്നു മുതൽ സൂര്യയെ എനിക്ക് വിട്ടത്. എന്തിന്? അത് വഴിയെ മനസ്സിലാക്കുള്ളൂ. പുറത്തിറങ്ങുമ്പോൾ ഇനി മുതൽ ഞാനും അവന്റെ ഫോൺ ഉണ്ടാകും. ജസ്റ്റ് ഫോർ എ കൂട്ട്. മലയാള രവയിൽ എന്റെ പുതിയ നോവൽ ആരംഭിച്ചു. ചെകുത്താനെ സ്നേഹിച്ച മാലാഖ. നല്ല പ്രതികരണമാണ് വായനക്കാരിൽ ഉളവാക്കുന്നത്. അടുത്ത ലക്കം എഴുതേണ്ടത് ചെകുത്താൻ യാദൃച്ഛികമായി മാലാഖയെ കാണുന്ന അധ്യായമാണ്. ഇതുപോലൊരു യാത്രയിലാണ് ആ മാലാഖ ചെകുത്താന്റെ കണ്ണുകളിൽ ഉടക്കുന്നത്. മെയ് മാസപ്പൂക്കൾ പട്ടുവിരിച്ച മഞ്ഞ പർവ്വതാനിയിലൂടെ മന്ദം മന്ദം നടന്നുവരുന്ന അവളുടെ നനുത്ത പാദങ്ങൾ, ഇളങ്കാറ്റിൽ പാറിപ്പറക്കുന്ന മുടിയിഴകൾ, മാനത്ത് വിരിയുന്ന നക്ഷത്രങ്ങളെ പോലെ അവളുടെ പേടമാൻ മിഴികൾ, ചിരിക്കുമ്പോൾ മുത്തുമണികൾ പൊഴിയും പോലെ, അരയന്നത്തെ പോലെ കൂട്ടുകാരികളോടൊപ്പം നടന്നുവരുന്ന മാലാഖ. ചെകുത്താൻ അവളെ കാണുകയാണ്. ചെകുത്താന്റെ മനസ്സ് പിടഞ്ഞു. അവൻ ചോദിച്ചു, ആരാണവൾ? ആരാണവൻ? കറക്റ്റ്. 2 പ്രാവശ്യം പറയണം, ആരാണവൾ? തുടരും. എത്രയായി? 35. സൂണ സാറിന് പോയില്ല. എന്തിനു വർണ്ണക്കന അടുത്ത് വരരുത്, എനിക്ക് തുള്ളൽ പനിയാ. എന്റെ പനി പിടിച്ച രാത്രികളെന്ന പുസ്തകം വായിച്ചാൽ പനിക്കൊരു ആശ്വാസമായിരിക്കും. അളിയനെന്ത് പറ്റി? ഇത് പേടിപ്പനിയാ. പേടിപ്പനിയോ? ഡിപ്പാർട്ട്മെന്റിലെ വീരശൂര പരാക്രമിയായ ഇടിവെട്ട് സുഗുണന് പേടിപ്പനിയോ? ഇടിവെട്ട് സൂണൻ. ഇനി ഞാനൊരു സത്യം പറയാം. രുക്മിണി, വേണ്ട. എന്ത് വേണ്ടാന്ന് എല്ലാരും അറിയട്ടെ. ഇങ്ങനെ പോലെ പേടിത്തൊണ്ടനായ ഒരു മനുഷ്യൻ ഭൂലോകത്തില്ല. കുഴിമടിയ. നിനക്കറിയോ, 2 ആഴ്ചത്തെ ലീവിന് ശേഷം ഇന്നലെ ഈ മനുഷ്യൻ ഇവിടെ ജോയിൻ ചെയ്തത്. ഇനിയിപ്പൊ ഇന്ന് മുതൽ മെഡിക്കൽ ലീവ് എടുക്കാൻ പോവാത്രേ. എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ട് മോൻ ഇവിടെ അഡ്മിഷൻ കിട്ടിയെന്നറിയോ? ഇനിയിപ്പോ ഒരു പണിഷ്മെന്റ് ട്രാൻസ്ഫറും കൂടിയായ എന്താളിയോ ഇതൊക്കെ? ഞാൻ രാജിവെക്കാൻ പോവാ. എന്തിന്? എന്റെ അളിയ, എനിക്ക് കുട്ടിക്കാലം മുതൽക്ക് ഈ കള്ളന്മാരെ റൗഡികളെയൊക്കെ ഭയങ്കര പേടിയാ. സത്യം. ശരി, ഇപ്പോഴത്തെ പ്രശ്നം എന്താ?
ഇവിടെ ഞാൻ ചാർജ് എടുത്തിട്ട് ആദ്യത്തെ കേസ് എന്താണെന്ന് അറിയോ? ആ കമ്മീഷണർ സാറിന്റെ കോളേജിൽ പഠിക്കുന്ന മകളെ ശല്യം ചെയ്യുന്ന ക്യാമ്പസ് ലീഡറായ റൌഡിയെ കസ്റ്റഡിയിൽ എടുക്കണമെന്ന്. അത് കമ്മീഷണറുടെ നേരിട്ടുള്ള ഉത്തരവ്. കമ്മീഷണറുടെ മകളെ ശല്യം ചെയ്യാൻ മാത്രം ചങ്കറപ്പുള്ള ഒരുത്തനെ ഞാൻ ഒറ്റയ്ക്ക് രണ്ടാമതൊരു കുഞ്ഞിന് വേണ്ടി ട്രൈ ചെയ്യുന്ന എന്റെ കിഡ്നി അവന്മാർ ഊരിയെടുക്കും. സത്യം. എടി രുക്കു, പിന്നെ നമ്മൾ എന്ത് ചെയ്യോടി? എന്ത് നിനക്ക് വേണ്ടേ? റൌഡിയെ പിടിച്ച അവൻ എന്നെ പെട്ടി കിടത്തും. പിടിച്ചില്ലെങ്കിൽ പെട്ടിയും കിടക്ക എടുക്കേണ്ടി വരും. ഈ ഗുണ്ടകള് കാരണം പോലീസുകാർക്ക് മനസ്സമാധാനത്തോടെ പണിയെടുക്കാണ്ട് ജീവിക്കാൻ പറ്റില്ലെന്നായി. എനിക്കൊരു ഐഡിയ. ഒരു ട്വിസ്റ്റ്. പോലീസ് അളിയന് പകരം പോക്കിരി അളിയൻ ആ റൌഡിയെ കീഴ്പ്പെടുത്തുന്നു. അതും പോലീസ് യൂണിഫോം. അതൊന്നും നടക്കില്ല. ആൾ മാറാട്ടം ക്രിമിനൽ കുറ്റമാണ്. അതിന് ആൾമാറാട്ടം ആരറിയുന്നു? SI സൂണിനെ ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടില്ല. മാത്രമല്ല ക്രെഡിറ്റ് സൂണിന് കിട്ടുകയും ചെയ്യും. ഓട്ടുപുല്ല്. അളയാ സമ്മതിക്കളിയാ. അളയനെ ഞാൻ നന്നാക്കി എടുത്തതിന്റെ പ്രത്യുപകാരമായിട്ട് കരുതിയാ മതി. പ്രത്യുപകാരം നടക്കില്ല. ഈ ഓഞ്ഞ പോലീസ് പണിക്ക് എന്നെ കിട്ടില്ല. കളിയാ. അവൻ 3 ദിവസമായിട്ട് ഇവിടെ പുറകെ തന്നെയാണ്. ഇവിടെ നമ്മുടെ ചന്തമേരിയുടെ ശരീരവും ഇവളുടെ ഫേസും കൂടെ അങ്ങ് മോർഫ് ചെയ്ത ക്യാമ്പസിൽ നല്ല ഡിമാൻഡായിരിക്കും. കമ്മീഷണറുടെ മകളുടെ മന്മഥലീലകൾ, ഇന്റർനെറ്റ്. ഒരിക്കൽ ആഗ്രഹിച്ച ഫിഗർ എന്റെ ബെഡ്റൂമിൽ എത്താൻ വേണ്ടി ഞാൻ എന്ത് വൃത്തികേടും ചെയ്യും. അത് നീ കമ്മീഷണറുടെ അല്ല, ഇനി മുഖ്യന്റെ മകളാണേലും ശരി. ഇതെന്റെ കയ്യിലിരിക്കട്ടെ. ചന്തമേരിയുടെ ഫിഗറും നിന്റെ തലയും കൂടെ കൂട്ടിച്ചേർത്താലും ക്യാമ്പസിൽ അത്യാവശ്യം ഡിമാൻഡ് ഉണ്ടാവും. എണീറ്റോ? ഇതൊന്ന് പിടി. എനിക്ക് വയ്യ. എന്നെ ഏമാന് ക്യാമ്പസിൽ എന്താ കാര്യം? ഇതുവരെ ഇവിടെ എനിക്ക് യാതൊരു കാര്യവുമില്ലായിരുന്നു. പക്ഷെ ഇനി ഇവിടെ മാത്രമേ കാര്യമുള്ളൂ. ഇത് തെമ്മാടികൾ പഠിക്കുന്ന കോളേജാ. ആ സാറ് പോയാട്ടെ. ഓഹോ, വെറുതെ ഈ കോളേജ് പിള്ളേരുടെ മുമ്പിൽ കിടന്ന് നാണം കെടാണ്ട് മച്ചമ്പി വണ്ടി വിടും. അതിപ്പോ നീ ഇല്ലാതെ ഞാൻ ഇവിടുന്ന് പോയാലും ഈ പിള്ളേരുടെ മുമ്പിൽ ഞാൻ നാണം കെടില്ലേ. അതുകൊണ്ട് മച്ചമ്പി വാ. നന്നാവാൻ സമ്മതിക്കില്ലല്ലേ? എന്താ പേര്? നൈസ് നെയിം. ഒരു മിനിറ്റ്. പോയാ ഇവിടെ വാടാ.
ഇനി ഇവന്റെ കാര്യം ഓർത്ത് കുട്ടി ദുഃഖിക്കണ്ട. ഇവനിനി നടുവുയർത്തി ഈ ക്യാമ്പസിൽ കയറില്ല. താങ്ക്സ്. താങ്ക്സ് കയ്യിലിരിക്കട്ടെ, നമ്മൾ ഇനിയും കണ്ടുമുട്ടേണ്ടി വരും. തന്നോളൂ. എന്ത്? എന്റെ കൂളിംഗ് ഗ്ലാസ്. ഓ സോറി. എല്ലാം ഒരു നിമിത്തമാണ് കുട്ടി, നിമിത്തം.